A+2 സ്വാഗതം. കോടതികളിൽ കോടതി ഫീസ് ഒടുക്കി വാദി ഫയൽ ചെയ്യുന്ന കേസുകൾ പിന്നീട് എപ്പോഴെങ്കിലും അദാലത്തിലൂടെയും മറ്റ് കാര്യങ്ങളാലും തീർപ്പാക്കുമ്പോൾ 1870 കോർട്ട് ഫീ ആക്ട് സെക്ഷൻ 16 പ്രകാരവും 1987 ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് സെക്ഷൻ 21 പ്രകാരവും ആ കോടതി ഫീസ് തിരികെ കിട്ടാൻ വാദിക്ക് അവകാശമുണ്ട്. അത് ജില്ലാ കളക്ടറാണ് വിതരണം ചെയ്യുന്നത്. ഇതിനു വേണ്ടി ജില്ലാ കളക്ടർക്ക് ബന്ധപ്പെട്ട റീഫണ്ട് സർട്ടിഫിക്കറ്റുകൾ ബഹുമാനപ്പെട്ട കോടതികൾ നിന്ന് നൽകാറുണ്ട്. ഇത് പ്രകാരം ട്രഷറി ഹെഡിൽ ഈ തുക ബിൽ മാറി ബന്ധപ്പെട്ട കക്ഷികൾക്ക് ജില്ലാ കളക്ടറാണ് വിതരണം ചെയ്യുക. റീഫണ്ട് സർട്ടിഫിക്കറ്റിൽ പരാമർശിക്കുന്ന കേസിലെ വാദി തന്നെയാണ് തുക കൈപ്പറ്റുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ തിരിച്ചറിയൽ രേഖകൾ, കേസ് രേഖകൾ എന്നിവ കളക്ടറേറ്റിൽ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഈ തുക ബന്ധപ്പെട്ട കക്ഷികൾക്ക് വിതരണം ചെയ്യുന്നത്. ഇത് DD ആയോ ബാങ്കേഴ്സ് ചെക്ക് ആയോ ആണ് കക്ഷികൾക്ക് തുക മടക്കി നൽകുന്നത്. റീഫണ്ട് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മേൽവിലാസം കളക്ടറേറ്റിൽ വ്യക്തമായും ഉറപ്പ് വരുത്തുകയും ചെയ്യും. കാലതാമസം വരുത്താതെ തന്നെ ഈ തുക അനുവദിച്ച് യഥാസമയം ബന്ധപ്പെട്ട കക്ഷികൾക്ക് കൈമാറണം എന്നാണ് സർക്കാരിൻ്റെ നിർദ്ദേശം. പക്ഷേ പലപ്പോഴും ഇങ്ങനെ അദാലത്തിലൂടെയൊക്കെ തന്നെ കേസുകൾ സെറ്റിലാക്കുമ്പോൾ നേരത്തെ ഒടുക്കിയ കോടതി ഫീസ് തിരിച്ചു കിട്ടാൻ തനിക്ക് അവകാശമുണ്ടെന്നുള്ള കാര്യം പല ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ബന്ധപ്പെട്ട അഭിഭാഷകർ കക്ഷികളെ അറിയിക്കേണ്ടതുമുണ്ട്. എന്നാൽ പല കാരണങ്ങളാലും ഇത് കക്ഷികൾ അറിയാതെ പോവുകയും അവർക്ക് കോടതിയിൽ ഒടുക്കേണ്ടി വന്ന ഈ ഫീസ് തിരികെ കിട്ടാതെ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ചാനൽ പ്രത്യേകിച്ച് ഈ എപ്പിസോഡിലൂടെ ഈ വിവരം എല്ലാവരെയും അറിയിക്കുന്നത്. ദയവായി ഇത്തരം വിവരങ്ങൾ നിങ്ങളെ ബന്ധപ്പെട്ട വാട്സാപ്പ് ഗ്രൂപ്പിലോ സുഹൃത്തുക്കൾക്കോ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് നഷ്ടപ്പെടാൻ ഇടയാകുന്ന ഈ കോടതി ഫീസ് തിരികെ കിട്ടാൻ ഇടയാകുന്നതാണ്. പ്രത്യേകിച്ച് ഓർക്കുക, അദാലത്തിലൂടെയോ മറ്റ് തരത്തിലോ സെറ്റിലാക്കുന്ന കേസുകളിലാണ് ഈ കോർട്ട് ഫീ തിരികെ കിട്ടാൻ അർഹത ഉള്ളത്. അങ്ങനെ തിരികെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കോടതിയിൽ ആദ്യം ബന്ധപ്പെട്ട് കളക്ടർക്ക് റീഫണ്ട് സർട്ടിഫിക്കറ്റ് അയച്ചു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കളക്ടറേറ്റുമായിട്ടാണ് ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിച്ച രേഖകൾ സഹിതം നിങ്ങൾ നേരിട്ടെത്തി ഈ തുക കൈപ്പറ്റാൻ ഉള്ളത്. ഇത്തരം വിവരങ്ങളെല്ലാം തുടർന്നുള്ള എപ്പിസോഡുകളിലും ഉൾപ്പെടുത്തുന്നുണ്ട്. അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. നന്ദി.